അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള പിടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പിടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാനോ ഒരു കടായി വെച്ച് കൊടുക്കുക, കുഴിവുള്ളൊരു പാത്രം. അതിനകത്തേക്ക് 3 ഗ്ലാസ് വെള്ളം, ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. ആ ഗ്ലാസ് തന്നെ ബാക്കിയുള്ളതിൻ്റെ അളവും കൂടി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, ഉപ്പ് കുറച്ച് പുറകോട്ട് നിന്നാൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള നല്ല ജീരകം അഥവാ കുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് അളവിൽ, അതായത് ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഏലക്കാട പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, ഡ്രൈ ജിഞ്ചർ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും അതുപോലെ നല്ല ജീരകവും അതുപോലെ നമ്മൾ ഈ പറയുന്ന ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഈ 3 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി, നിങ്ങൾക്ക് അപ്പപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന വറുത്ത അരിപ്പൊടി ആയിരിക്കണമെന്ന് മാത്രം. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടിയിട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊടിയിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രം എടുക്കാം. അപ്പോൾ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ മാവ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ട് കുഴച്ചൊരു ബോൾ പരുവത്തിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിനിപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി എടുക്കാം. അപ്പം ഈ ഉരുളകളുടെ വലിപ്പം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ഞാനൊരു ചെറിയൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഉരുളകളാക്കി മാറ്റി അങ്ങ് വെച്ചേക്കാം. ഞാനിപ്പോൾ ഉരുളകളായിട്ട് മൊത്തം എടുത്ത് ഈ ഒരു അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എത്ര വലിപ്പം വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെറുതായിട്ടിരിക്കുന്നതായിരിക്കും കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ശരിക്കും തേങ്ങാപ്പാലിനകത്താണ്. അപ്പോൾ ഞാൻ ഏറ്റവും കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് ഒരു തേങ്ങയ്ക്കകത്തേക്ക് ഒരു 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ കറക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ്. പൊട്ടും കട്ടിയില്ലാത്ത പാലാണ്. ആ പാലിനകത്തേക്ക് വേണം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കട്ടി തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുന്ന കാര്യം മറന്നു പോകരുത്. കട്ടി തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് വെക്കുക. ഇനി നിങ്ങളുടെ തേങ്ങാപ്പാലില്ല എങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറോ അതുപോലെ തന്നെ ടിൻഡ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടും ഇതേ റെസിപ്പി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലരിത് ആവിയിൽ വേവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിത് ആവിയിലൊന്നും വേവിക്കുന്നില്ല. പക്ഷേ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ തേങ്ങാപ്പാലിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരുപാട് ഉപ്പ് മുന്നോട്ട് നിൽക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം ഉപ്പ്, കാരണം ബോൾസിന് ഉപ്പുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം നമ്മൾ എടുക്കാൻ മറന്നുപോയി. നമ്മൾ അടച്ചു വെച്ച് ജസ്റ്റ് വേവിച്ചു. പിന്നെ ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങാപ്പീര, അതായത് നമ്മൾ ചുരണ്ടിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാരയുടെ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ഒരുപാട് മധുരം അങ്ങോട്ട് വേണ്ട. അപ്പം നിങ്ങളുടെ ടേസ്റ്റ്, നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന്, അതുകൊണ്ടാണ് ഉപ്പ് നമ്മൾ കുറച്ചിടണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ എന്താ പറയുക, ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ തേങ്ങാപ്പാലിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. അതായത് നമ്മുടെ ആ തേങ്ങാപ്പാലും അരിപ്പൊടി എല്ലാം കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് നമ്മൾ 5 മിനിറ്റും കൂടെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളയ്ക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല പോലെ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് തേങ്ങ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലക്കാട് ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ പിടിക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ജിഞ്ചറിൻ്റെ, അതായത് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കും. ഞാനത് ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിക്നെസ് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട കുത്തി കിടക്കും.
അപ്പം ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് കട്ടിയുള്ള ആ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ഇപ്പോൾ ഒരു 3/4 ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയത്തിന് ശേഷം വെറുതെ കഴിക്കാനും നല്ലതാണ്, കറിയുടെ കൂടെ കഴിക്കാം. അപ്പം നമ്മളിത് ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ നല്ലൊരു വീഡിയോ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കണ്ട.